നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. സംസ്ഥാനത്തെ എല്ലാ തൊഴിലുറപ്പ് ജോലിയെടുക്കുന്ന ആളുകളും ശ്രദ്ധിച്ചിരിക്കണം. വളരെയധികം സന്തോഷകരമായിട്ടുള്ള ചില അറിയിപ്പുകളാണ് വന്നിരിക്കുന്നത്. വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം, സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു ഉപജീവന മാർഗമാണ് തൊഴിലുറപ്പ് ജോലി എന്ന് പറയുന്നത്. ഈ ഒരു തൊഴിലിൽ നിരവധി മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. എന്നാൽ നിലവിൽ ഈ ഒരു ഓണത്തോടനുബന്ധിച്ച് തൊഴിലുറപ്പ് ദിനങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ തൊഴിലുറപ്പ് വേതനവും ഒറ്റ തൊഴിലുറപ്പ് ജോലിയെടുക്കുന്ന ആളുകൾക്കും ലഭിച്ചിട്ടില്ല. ഒരു ദിവസത്തെ ജോലി പോലും ലഭിച്ചിട്ടില്ല എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്നാൽ 100 ദിന തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ള തൊഴിലാളികൾക്ക് 1200 രൂപ ഉത്സവ ഭത്ത സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പിലുള്ളവർക്ക് ഉത്സവ ഭത്തയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിവസമോ അതിലധികമോ തൊഴിൽ പൂർത്തിയാക്കിയ കുടുംബങ്ങൾക്ക് ഓണത്തോടനുബന്ധിച്ച് 1200 രൂപ വീതം പ്രത്യേക പാരിതോഷികമാണ് സർക്കാർ അനുവദിച്ച് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്നിവയിലെ 3,75,777 കുടുംബങ്ങൾക്കാണ് ഈ വർഷത്തെ ഓണസഹായം ലഭിക്കുന്നത്. ഗ്രാമീണ മേഖലയിൽ 3.68 ലക്ഷം ഗുണഭോക്താക്കൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി 2025-26 സാമ്പത്തിക വർഷം 100 തൊഴിൽ ദിനം പൂർത്തിയാക്കിയ 3,68,688 കുടുംബങ്ങൾക്ക് ഈ ഒരു തുക അനുവദിച്ചിട്ടുണ്ട്. ഇതിനായി 44.24 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. 2017 മുതൽ മുൻ സാമ്പത്തിക വർഷങ്ങളിൽ 100 ദിവസത്തിൽ കുറയാതെ തൊഴിലെടുത്ത കുടുംബങ്ങൾക്ക് ഓണത്തോടനുബന്ധിച്ച് ഉത്സവ ഭത്തയായി പ്രത്യേക പാരിതോഷികമോ അനുവദിച്ച് വരുന്നതായി സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള ഉത്തരവ് ആഗസ്റ്റ് 14 തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുറപ്പെടുവിച്ചത്. നഗര തൊഴിലുറപ്പിലും ആനുകൂല്യം. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ നടപ്പു സാമ്പത്തിക വർഷം 100 തൊഴിൽ ദിനം പൂർത്തിയാക്കിയ 7089 കുടുംബങ്ങൾക്കും 1200 രൂപ വീതം ഓണസമ്മാനമായി ലഭിക്കും. ഇതിനായി 85,68,000 രൂപയാണ് ചെലവഴിക്കുക. 2 തൊഴിലുറപ്പ് പദ്ധതികളിലുമായി സർക്കാർ അനുവദിച്ച ഓണസഹായത്തിന്റെ ആകെ തുക 45,09,06,800 രൂപയാണ്. ഓണക്കാലത്ത് സാധാരണക്കാരുടെ കൈകളിൽ കൂടുതൽ പണം എത്തിക്കാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധിവരെ ആശ്വാസം നൽകാനും ഈ ഒരു പ്രഖ്യാപനം സഹായിക്കും. ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്ന കുടുംബങ്ങൾ നിശ്ചിത 100 തൊഴിൽ ദിനം പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് പദ്ധതി രേഖകളുടെ അടിസ്ഥാനത്തിൽ ഉറപ്പാക്കണമെന്ന് സർക്കാർ കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അർഹരായ മുഴുവൻ ആളുകൾക്കും സമയബന്ധിതമായി ഈ ഒരു തുക ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിക്കും. എന്നാൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ സംബന്ധിച്ച് ഏറെ ദുഃഖകരമായ ഒരു അറിയിപ്പുള്ളത്, പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ച് 5 മാസം പിന്നിട്ടിട്ടും തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പദ്ധതികൾ ആരംഭിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്കോ സർക്കാർ കടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓണക്കാലത്ത് മറ്റ് വേതനങ്ങൾ ഇല്ലാതായ ഒരു അവസ്ഥയിലുമാണ്. സാധാരണ എല്ലാ വർഷവും ഓണമാകുമ്പോഴേക്കും 40 45 തൊഴിൽ ദിനങ്ങൾ ലഭിക്കാറുണ്ട്. സാധാരണയായി ഏപ്രിൽ 1 ആരംഭിക്കേണ്ട തൊഴിലുകൾ ഇത്തവണ ഒരിടത്തും തുടങ്ങിയിട്ടുമില്ല. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസംഘടിപ്പിച്ച് ജൂലൈ 1 മുതൽ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ജീവിക ഗ്രാമീണ മിഷൻ എന്ന് പേര് മാറ്റിയെങ്കിലും പുതിയ തൊഴിൽ അനുവദിക്കുന്നതിലോ മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിലേക്കോ യാതൊരു വ്യക്തതയും അധികൃതർക്കില്ല എന്നുള്ളതാണ് വസ്തുത. പഞ്ചായത്തുകൾക്ക് തൊഴിൽ ദിനങ്ങളെക്കുറിച്ചും ചെയ്യേണ്ട തൊഴിലുകളെക്കുറിച്ചുമൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും സംസ്ഥാനത്ത് ഇപ്പോഴും തൊഴിലുറപ്പ് ജോലികൾ ആരംഭിച്ചിട്ടില്ല. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കും.